യെസ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും നമ്മുടെ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ട് ആൻഡ് ആമസോണും പിന്നെ പല ഓൺലൈൻ വെബ്സൈറ്റ്സുകളിലും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഇഷ്ടം പോലെ ഡിസ്കൗണ്ട് നടക്കുന്ന ഒരു സമയമാണ്. ഞാൻ ഈ ഒരു ഐറ്റത്തിന് കുറച്ച് കാലമായി നോട്ടിട്ട് വച്ചിട്ട് MRP പ്രൈസ് ഇസ് അറൗണ്ട് 9,000, ആമസോൺ പ്രൈസ് 7,000, 6,000 ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈവൻ പോപ്പപ്പ് ചെയ്തു. ആമസോണിൽ ആ ഒരു ഓഫർ നടക്കുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നടക്കുന്ന സമയത്ത് ഇവന് എനിക്ക് തന്ന പ്രൈസ് 4,443. ഐ ഡോണ്ട് നോ അവരെങ്ങനെ അങ്ങനെ ഒരു ഫിഗർ എത്തിയെന്നുള്ളത്, ബട്ട് ഫാൻസി നമ്പർ 443. അപ്പോൾ ഇത് എടുക്കണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഒരു ഓഫർ എടുത്ത് തന്നു. നിങ്ങളുടെ ഏതെങ്കിലും ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 1,500 രൂപ ഞാൻ കുറച്ച് തരാം. പ്രൈം മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് ഷിപ്പിംഗ് ചാർജും ഫ്രീ. ഇപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, പൊക്കി ഇവനെ. സാധനം പിറ്റേ ദിവസം തന്നെ ലൈക്ക് വിതിൻ 24 hours നമ്മൾ ഡെലിവർ ചെയ്തു. സ്ട്രെഞ്ച് അറിയില്ല ഇവരുമാരുടെ പാക്കിംഗ് ലോജിസ്റ്റിക്സ് ഒക്കെ അങ്ങനെ എത്ര സ്പീഡി ആയിട്ട് ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ സാധനം എവിടെ നിന്ന് പൊക്കിക്കൊള്ളുന്നതെന്നുള്ള. സെല്ലർ സോണി ഡയറക്റ്റാണ്. സോ ലൈക്ക് അവരുടെ ഹബ്ബ് എവിടെയെങ്കിലും എറണാകുളത്ത് എവിടെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. ബട്ട് എനിവേ WF-C500 എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. എൻട്രി ലെവലാണ്, ലൈക്ക് ഹൈ ബാസ് ബൂസ്റ്റിംഗ്. ആ ഒരു 20,000 രൂപ റേഞ്ചിലുള്ള സെൻഹൈസറും ആപ്പിളിൻ്റെ ആ വക സാധനങ്ങൾ, പാരറ്റും എന്ന് പറഞ്ഞാൽ ആ വക ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്. ബട്ട് എൻട്രി ലെവലാണ്. ആൻഡ് മോർ ഓവർ ഇറ്റ്സ് എ സോണി. അത് ശ്രദ്ധിക്കണം. ചെവിട്ടിലിരുന്ന് പൊട്ടി തെറിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ചൈനയുടെ സാധനം ചെവിട്ടി വെച്ച് പൊട്ടി തെറിച്ച ചില ബംഗാളി കേസസൊക്കെ ഇഷ്ടം പോലെ യൂട്യൂബിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഓല S1 Pro പൊട്ടി തെറിക്കുന്ന പോലെ, കത്തി പിടിക്കുന്ന പോലെ. സോ ഇത് ട്രസ്റ്റബിൾ ബ്രാൻഡ് യുനോ. ആൻഡ് ഇതിൻ്റെ ബാക്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സാധനം എഴുതിയിട്ടുണ്ട്. മെയ്ഡ് ഫോർ iPhone, iPod, വർക്ക്സ് വിത്ത് ആൻഡ്രോയിഡ് ആസ് വെൽ. ലൈക്ക് ഇമ്പോർട്ടൻസ് ഐഫോണാണ് കൊടുത്തിരിക്കുന്നത്, ആപ്പിൾ പ്രൊഡക്ട്സാണ് കൊടുത്തിരിക്കുന്നത്. ക്വൈറ്റ് സ്ട്രേഞ്ച്. അതും സോണി. ലൈക്ക് സോണിയുടെ ക്യാമറാസാണ് ഐഫോണിൽ ഉപയോഗിക്കുന്നത് എങ്കിൽ കൂടിയും ഒരു പാക്കറ്റിൻ്റെ പിന്നിൽ അങ്ങനെ എഴുതാനുള്ള കാരണം ഐ ഡോണ്ട് നോ. സോ ഗൈസ് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ആൻഡ് യു സീ വൈ ഐ ബോട്ട് ദിസ്. സോ ഗൈസ് ഇതാണ് ആ ഒരു പെട്ടി. സോണിയുടെ ഒരു കൊച്ചു പെട്ടിയാണിത്. വളരെ സ്മോൾ, കാരണം അത്രയ്ക്കും കോമ്പാക്റ്റ് ആണ്. ഇതിൻ്റെ ഒരു ഹെഡ്സെറ്റും പിന്നെ അതിൻ്റെ ചേർന്ന് വരുന്ന ഒരു ബാറ്ററി പാക്ക് ഉണ്ടല്ലോ സ്റ്റോർ ചെയ്യുന്നത്, റീചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ ഇത്രയ്ക്കൊക്കെ മതി. അതിൻ്റെ വില അത്ര തന്നെ ഉള്ളൂ. സോ ഗൈസ് ഇതിൻ്റെ കോഷൻ, കീപ്പ്, സ്മോൾ സെൽ ആൻഡ് ബാറ്ററി, ബ്ലാ 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 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെയാണ് മോഡൽ YY2952 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബട്ട് ആക്ച്വലി ഇതിൻ്റെ പേര് WC500. യെസ്, അങ്ങനെ എന്താണ്. ഇതിൽ MRP 8,990, അറൗണ്ട് 9,000 ആണ് എഴുതിയിരിക്കുന്നത്. ഇയർ ഓഫ് മാനുഫാക്ചർ 2024 ഓഗസ്റ്റ്. സോ ദാറ്റ് ഈസ് സംതിങ് ന്യൂ. അത്ര പഴക്കം ചെന്നിട്ടില്ല. സോ ഗൈസ് സിമ്പിൾ സാധനം ഇവിടെ ഇങ്ങനെ പൊട്ടിക്കുക. ആൻഡ് ദെൻ കൊള്ളാം ഇതായിരിക്കുന്നു. ഇതതിൻ്റെ ഇയർബഡ്സ്, എന്നിട്ട് ഇനി പറയാം അതിനോട് വെക്കുന്ന ഇയർബഡ്സ് എന്നാണ് ഞാൻ വിളിക്കാറ്. എന്നിട്ടാണോ അതിൻ്റെ പേര്, ആക്ച്വൽ പേരായിട്ടുണ്ടോ. ഇതിൻ്റെ കൂടെ റീചാർജ് ചെയ്യാനുള്ള കേബിളുണ്ട്, C ടൈപ്പ്. എൻ്റെ DJI Osmoയുടെ അതിൻ്റെയും C ടൈപ്പ് തന്നെയാണ്. സോ നോ വറീസ്. C ടൈപ്പിൻ്റെ കേബിൾ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട് വീട്ടിൽ. യെസ്, ദിസ് ഈസ് ദ വൺ വി വർ വെയിറ്റിംഗ് ഫോർ. പുറത്തേക്ക് വരാൻ ഭയങ്കര പാടാണല്ലോ ഇവൻ. യെസ്, ഐ ഓപ്റ്റഡ് ദ വൈറ്റ് വൺ. ബ്ലാക്ക് വൺ എല്ലാവരും ഇടുന്നതായതുകൊണ്ട് ഐ നീഡ് സംതിങ് ഔട്ട് ഓഫ് ദി ബോക്സ് യുനോ. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒന്ന്. സോ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തത്. കൊള്ളാം. സോ സ്മോൾ, അത്ര സ്മോളും അല്ല, അന്ന് അത്യാവശ്യം വലിപ്പമുണ്ട് തന്നെ. ഇത് മോളോട് ബഡ്സ് കൂടിയിട്ടാണ് വരുന്നത്. ആൻഡ് ദ റീചാർജ് തിങ് ഇസ് കവേർഡ്. തുരുമ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ കാലപ്പഴക്കം വന്ന് എന്തെങ്കിലും കേടുപാട് പറ്റാതിരിക്കണം വേണ്ടി ആയിരിക്കണം. കൊള്ളാം. അത്ര ചെറുതൊന്നും അല്ല. ഐ മീൻ ഇഫ് യു സീ ഇൻ മൈ പാം ഇറ്റ്സ് നോട്ട് ദാറ്റ് സ്മോൾ. വലുപ്പമുണ്ട്. സോ ഫസ്റ്റ് ഇംപ്രഷൻസ് ഐ ജസ്റ്റ് ലവ്ഡ്. എനിക്കിതൊന്ന് ട്രൈ ഔട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ആൻഡ് യു സീ ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ ആൾക്കാർ ശ്രദ്ധയിൽപ്പെടും. ഇറ്റ്സ് ലൈക്ക് എ പോഡ് യുനോ. ആക്ച്വൽ പോഡ് എങ്ങനെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും. കൊള്ളാം അല്ലേ. ഇറ്റ് ഫിറ്റ്സ് ഇൻ യുവർ ഹാൻഡ്. യു കൻ ബൈ ലൈക്ക് എ സിലിക്കൺ കവർ വിത്ത് ഹുക്ക്. നമ്മുടെ പാനിൻ്റെ സൈഡിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതും ചെയ്യാം. സോ വാട്ട് എൽസ് ഇസ് ഇൻസൈഡ് ദ ബോക്സ്. ഈ ഒരു പെട്ടി മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റീചാർജ് ഓപ്ഷൻ, LED, ബ്ലാ ബ്ലാ ബ്ലാ, സ്കാൻ, QR കോഡ്, ബ്ലൂ. ഇത് ആക്ച്വലി ഇങ്ങനെ വരേണ്ടതായിരുന്നു.
എൻ്റെ മോള് ഈ പാക്കേജ് വന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, മോളുണ്ടായിരുന്നത്. പക്ഷേ ആകാംക്ഷ കൊണ്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഷീ അൺബോക്സ് ഇറ്റ് ഫസ്റ്റ്. പിന്നെയുള്ളത് കുറേ പേപ്പേഴ്സ്, ഇതിൻ്റെ വാറണ്ടി ഗ്യാരണ്ടി ബ്ലാ 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 ഐറ്റംസൊക്കെ തന്നെയാണ് യൂഷ്വൽ നമ്മുടെ സ്റ്റാൻഡേർഡ്. ഇത് വായിച്ചിരിക്കുന്നതിലും ഭേദം കുമാരനാശാൻ്റെ കവിത പഠിക്കുന്നതാണ്. സോ ഒരെണ്ണം ഭയങ്കര വലുത്, ഒരെണ്ണം ഭയങ്കര ചെറുത്. ഇതിലുള്ളത് മീഡിയം റേഞ്ച്. ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണം, ഇതിൽ ചാർജ് ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടാ. സോ ഇറ്റ് സൈസ് മെയ്ഡ് ഇൻ വിയറ്റ്നാം, ചൈന അല്ല. മറ്റേ CE റേറ്റിംഗ് ഇതൊന്നും ഇല്ല, ക്വൈറ്റ് വീട്. സാധാരണ ഇത് ഉണ്ടാവാറുള്ളതാണ്. അത്രയ്ക്ക് തന്നെ. ഗൈസിൻ്റെ ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസ് കൊള്ളാം. സോ ഗൈസ്, ഇതാണ് സാധനം. ഒരു സിമ്പിൾ സ്ലീക്ക് സാധനം, ബട്ട് കാണുന്ന പോലെയല്ല. ഇതൊരു ഇത്തിരി തടിയുണ്ട് ഇതുമേ, ലൈക്ക് ഒരു കനമുണ്ട് ഇതുമേ. ആൻഡ് പ്രീമിയം ഫിനിഷ് ഉണ്ട്. ഈ ഒരു പാക്കറ്റ് എന്തോ, ഈ ഒരു ബോക്സ് എന്തോ ഒരു ഇഷ്യൂസ് ഇറ്റ്സ് ചീപ്പ് പ്ലാസ്റ്റിക്. ആൻഡ് നോട്ട് ചെയ്തൊരു കാര്യം, ഇതിൻ്റെ ബാക്കിൽ ഇതൊക്കെ എഴുതി വെക്കണോടത്ത് ഒരു സോണി ലോഗോ അവർ ഇട്ടിട്ടില്ല. എനിക്കൊരു സംശയം തോന്നി, ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെയാണോ തന്നിരിക്കുന്നത്. ബട്ട് അപ്പോഴാണ് എനിക്കൊരു റീഅഷുറൻസ് കിട്ടിയത്. ഞാൻ സോണിയുടെ ഓൺലൈൻ മാർക്കറ്റിംഗ്, ലൈക്ക് ഡയറക്റ്റ് സെല്ലർ നിന്നാണ് വാങ്ങിച്ചത്. സോ ഇറ്റ് കാൺ ബി ഡ്യൂപ്ലിക്കേറ്റ്. പ്രോഡക്റ്റ് ഓവറോൾ നല്ല തന്നെയാണ്. ആൻഡ് ഈ ഒരു ഓറഞ്ച് ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യുമ്പോൾ അത് കത്തുന്നവരാണ്. ഈ പോഡ് ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ പോഡുമ്പോൾ ഒരു ഓറഞ്ച് ലൈറ്റ് കത്തും. സോ ടോട്ടൽ 3 ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. 20 hours ആണ് ടൈം പറയുന്നത് മൊത്തം പ്ലേ ബാക്ക്. ആൻഡ് ഓവറോൾ പറയുന്നതിന് മുൻപ് ഈ സാധനം പെയർ ചെയ്യാൻ ഒരു ചടങ്ങാണ്. ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അവരുടെ പേര് അതിന് മാറ്റിയിട്ടുണ്ട്. സോണി സൗണ്ട് സിസ്റ്റം സൗണ്ട് കണക്റ്റ് എന്തോ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഇത് ലിങ്ക് ചെയ്യിപ്പിക്കാൻ. അല്ലാതെ ഇത് തുറന്നുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നിൻ്റെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയത്തില്ല. സോ ആ ഒരു ഹേസൽനെസ് ഉണ്ട്. ലൈക്ക് സോണിയിൽ പോയി അക്കൗണ്ട് ഉണ്ടാക്കണം, പിന്നീട് ഇത് പെയർ ചെയ്യണം, പിന്നീട് അതിൽ ഈക്വലൈസിൽ പോയിട്ട് ഒരു സെറ്റിങ്സ് തിരഞ്ഞെടുക്കണം. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അത് എനിക്ക് എത്ര പിടിച്ചില്ല. ഒരു 10-15 മിനിറ്റോളം അതിൻ്റെ പിന്നാലെ പോയി. എന്തുകൊണ്ട് അതൊക്കെ വേണ്ടി വന്നോ എന്തോ. ഞാൻ വിചാരിച്ചത് സാധാരണ ഒരു ബ്ലൂടൂത്ത് ചുവട്ടിൽ കൊത്തുന്നു, പെയർ ചെയ്യുന്നു, കേൾക്കുന്നു. ബട്ട് നോ, ദിസ് തിങ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് ഗൈസ്. ആൻഡ് സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻട്രി ലെവലിൽ കിട്ടുന്ന ഒരു സുഖം അത്രയേ ഉള്ളൂ. ആൻഡ് കൊള്ളാം. നേരത്തെ പറഞ്ഞ പോലെ പൊട്ടിത്തെറിക്കത്തില്ല ആ ഒരു വിശ്വാസം. പക്ഷേ ഇതിൻ്റെ ബുക്കിലേറ്റിൽ ഞാനിങ്ങനെ അയഞ്ഞ് വായിച്ച് നോക്കുമ്പോൾ ഇവർ റിപ്പീറ്റഡ്ലി പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളിത് വാട്ടർ പ്രൂഫാണെന്ന് പറയുന്നില്ല, എന്നാലും ചെറിയ രീതിയിൽ ചെറിയൊരു തോതിൽ മാത്രമേ വാട്ടർ പ്രൂഫ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ചെറിയ ഘട്ടങ്ങളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇൻ എ നട്ട്ഷെൽ വാട്ടർ പ്രൂഫ് അല്ല ഈ സാധനം. വളരെ എന്താ പറയുക, സാധ്യതയുണ്ട് ഇതിൽ വെള്ളം കയറാനായിട്ട്. പോഡ്സിലും കയറാനായിട്ടും ഈ ഒരു പെട്ടിയിട്ടുള്ളിൽ വെള്ളം കയറിയാലും നിങ്ങളിത് പ്രവർത്തിപ്പിക്കരുത്. ഇത് ഉണക്കിയതിന് ശേഷം മാത്രമേ പ്രയോഗിക്കാവൂ. ഇൻ കേസ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കരുത്. വാണിംഗ്, കത്തിപ്പിടിക്കാം, ഇലക്ട്രോക്യൂട്ട് ആവാം, ഷോക്കടിക്കാം, പൊട്ടിത്തെറിക്കാം എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. സോ അത് കേട്ടപ്പോൾ ഒരു പേടി. സോ മഴയത്ത് ബൈക്ക് ഓടിക്കുമ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, നടക്കൂല. സോ ആൻഡ് ഈ സാധനം ഒരു കാരണവശാലും തുറക്കരുത് എന്നുള്ള വാർണിംഗും പറയുന്നുണ്ട്. തുറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അവർ ഉപയോഗിക്കുന്നത് മറ്റേ സെൽ ബാറ്ററിയാണ്. ചെറിയ വാച്ചിൽ കാണുന്ന ബാറ്ററി ഉണ്ടല്ലോ, അതാണ് ഉപയോഗിക്കുന്നത്. അത് ഒരു കാരണവശാലും വയറ്റിൽ പോകരുത്. വയറ്റിൽ പോയി കഴിഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ മരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അത് ഇങ്ങനത്തെയൊക്കെ നെഗറ്റീവ് കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത്. ഒരു പ്രിക്കോഷണറിയുമാണ്. എന്തോ ഭയങ്കര പേടി തോന്നി പിന്നീട് സാധനം തൊടാനായിട്ട്. ആൻഡ് നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ആവറേജ് എൻട്രി ലെവൽ എന്താണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, കൊള്ളാം. ബട്ട് ദിസ് ഈസ് വേ മച്ച് ബെറ്റർ ദാൻ ബോട്ട്. പിന്നെ ആ വക
ഇതുവരെ പുതിയ മാർക്കറ്റിലേക്ക് വന്ന പുതിയ പേരുകളൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാൾ എന്തുകൊണ്ട് ഭേദമാണിത്. ആൻഡ് ഒരു പ്രീമിയം ഫിനിഷ് തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ലൈക്ക് സോണി ലോഗോ ഇംപ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒന്ന് എംബോസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, വേറെ കളറിൽ എംബോസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കും. ദിസ് ഇസ് എ സോണി. അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പിന്നെ ഓ വാവ് ഇറ്റ്സ് എ സോണി, ഓ മൈ ഗോഡ് ഹീസ് സോ റിച്ച് എന്നൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും. സോ ഐ തിങ്ക് ഈ സോണി എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഭാഗം എനിക്ക് എന്തെങ്കിലും ചുവന്ന അടയാളം അല്ലെങ്കിൽ മഞ്ഞ വെച്ചിട്ടിങ്ങനെ എന്തെങ്കിലും ഒരു പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ, കളർ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അതവർ ചെയ്തിട്ടില്ല. അതാ പറഞ്ഞു നേരത്തെ, ഇതിന് പിന്നിലും അവർ സോണി എന്ന് എഴുതിയിട്ടില്ല. ടു ബാഡ്. അത് ഞാൻ ചെയ്യും. ഞാൻ ഒരു സ്കെച്ച് പെൻ ഇട്ട് ഞാൻ നിൽക്കുവാണ്, ഇത് കളർ ചെയ്യും, നാട്ടുകാർ കാണട്ടെ എന്ന്. അല്ല പിന്നെ. സോ ഓവറോൾ കൊള്ളാം. ഇറ്റ്സ് ലൈക്ക് എ ക്യാപ്സ്യൂൾ ആണോ, ലൈക്ക് ഒരു വലിയൊരു ഒരു ടാബ്ലറ്റ് ക്യാപ്സ്യൂൾ വലുതാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ദിസ് ഇസ് മൈ പാം. ഇത്ര വലുപ്പം ഉണ്ടാവും ഈ സാധനം. പോക്കറ്റിൽ ഫിറ്റ് ചെയ്യുമ്പോൾ പോക്കറ്റിൽ മിക്കവാറും ബൾജ് ചെയ്ത് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ആമസോണിൽ 119 രൂപ ചിലവാക്കാൻ റെഡിയാണെങ്കിൽ പിന്നെ ഒരു സിലിക്കോൺ കേസ് വിത്ത് ഒരു ഹോൾഡർ, നമ്മുടെ ഈ പാൻറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ ഹുക്ക് ചെയ്യാനുള്ള ഒരു ഹോൾഡറുമായിട്ട് തരും. 119 രൂപയാണ് ഞാൻ കണ്ടത്. ബട്ട് എനിക്ക് ആ വക വാനിറ്റി സാധനങ്ങളോട് അത്ര താല്പര്യമൊന്നുമില്ല. ലൈക്ക് ഐ വോണ്ട് ബി ഹാങ്ങിങ് ഇറ്റ് അറൗണ്ട് ഓൺ മൈ പാൻസ്. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. മിക്കവാറും എൻ്റെ ഓഫീസ് ടേബിൾ ഞാനിങ്ങനെ വെക്കും, ആവശ്യമുള്ളപ്പോൾ പാട്ട് വെക്കും. കൊള്ളാം. സോ ഫൈനൽ നോട്ട്, ഇറ്റ്സ് എ സോണി. കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇറ്റ്സ് എ സോണി. ഇറ്റ്സ് സോണി. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത മിക്കവാറും പ്രൊഡക്റ്റ് റിവ്യൂ നീമാൻസിൻ്റെ ഒരു ഷൂ ആണ്. ലൈക്ക് അവിചാരിതമായി മനസ്സിലായില്ല ആ വാക്ക് ആ സംഭവം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റോൾ ചെയ്തിരിക്കും കാണുമ്പോൾ ആ ഒരു ഷൂ കണ്ടു, വളരെ ഇഷ്ടം തോന്നി. അതിലും ഈ ഒരു ദീപാവലി ഓഫർ കണ്ടപ്പോൾ തോന്നി ഓക്കെ വാങ്ങിച്ച് കളഞ്ഞേക്കാം. ഷൂ ഇല്ല എൻ്റെ കയ്യിൽ, ഷൂ ഒക്കെ പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തന്നെ വാങ്ങിച്ചേക്കാന്ന് എഴുതി. ഒരു വൈറ്റ്, ഒരു ക്രീം കളർ വൈറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം വന്ന് കിടക്കുന്നുണ്ട്, കാണിച്ചുതരാം. നീമാൻസ് പൊട്ടിച്ചിട്ടില്ല, അതേപോലെ ഇരിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ റിവ്യൂമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും തമ്പി വണക്കം. സ്റ്റേ ട്യൂൺഡ്.